ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു നോർമൽ എംബ്രോയിഡറി ത്രെഡ്, അതായത് ഈ രംഗോലി ത്രെഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ട്രഡീഷണൽ എംബ്രോയിഡറി സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ബംഗാളിലെ ട്രഡീഷണൽ എംബ്രോയിഡറി സ്റ്റിച്ചായ കാന്ത എംബ്രോയിഡറി സ്റ്റിച്ചിന്റെ ഒരു വേരിയേഷനാണ് താരാപൂട്ടി എന്ന് പറയുന്ന എംബ്രോയിഡറി സ്റ്റിച്ച്. ആ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മുടെ ഡ്രസ്സിലും ഉടുപ്പിലാണെങ്കിലും സാരീസിലാണെങ്കിലും എങ്ങനെയാണ് ആ സ്റ്റിച്ച് നമുക്ക് നമ്മുടെ സാരികളിൽ കൊണ്ടുവരാൻ പറ്റുക, എങ്ങനെയാണ് ഡിസൈൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. തുടർന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ താരാപൂട്ടി എന്ന ട്രഡീഷണൽ എംബ്രോയിഡറി സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ക്ലോത്തിൽ അല്ലെങ്കിൽ നമ്മുടെ എംബ്രോയിഡറി ഡിസൈൻ ചെയ്യുന്ന ഏത് ഡ്രസ്സാണോ, കുട്ടികളുടെ ഡ്രസ്സായാലും സാരീസിലായാലും ചുരിദാറിലാണെങ്കിലും എന്തിനാണെങ്കിലും ആദ്യം തന്നെ നമ്മളൊരു സർക്കിളാണ് വരച്ചേക്കേണ്ടത്. ഒരു വട്ടം വരച്ച് നടുവിൽ കുത്തിട്ട് 6 ലൈനുകൾ കൃത്യ അകലത്തിൽ വരച്ചു കൊടുക്കുക. താരാപൂട്ടി എന്ന് പറയുന്നത് റണ്ണിങ് സ്റ്റിച്ചുകളുടെ ഒരു അടിസ്ഥാന ശൃംഖലയാണ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് കറക്റ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. 6 ലൈനുകളാണ് താരാപൂട്ടി എന്ന് പറയുന്ന ഈ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. കറക്റ്റ് ആയിട്ട് വരച്ച് ഇനി ഇതിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അതപ്പോ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി 3 ഇഴ നൂലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം മിഡിലിൽ കുത്തിയെടുത്ത് നേരെയുള്ള റണ്ണിങ് സ്റ്റിച്ച് ആയിട്ട് കൊടുക്കുക. ഇങ്ങനെ എല്ലാ ലൈനുകളും കൃത്യ അകലത്തിലാണ് വേണ്ടത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി സ്റ്റിച്ചാണിത്. നമുക്ക് ഈ താരാപൂട്ടി എന്നുള്ള സ്റ്റിച്ച് വലുതും ചെറുതുമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് സ്റ്റിച്ച് വരുന്നത്. ഇനി നമുക്കിത് കെട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. താരാപൂട്ടി എന്നുള്ളത് സ്റ്റിച്ച് വളരെ ഈസി ആയിട്ടുള്ളതും വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റാവുന്നതുമാണ്. അപ്പോൾ വലുത് മാത്രമല്ല, നമുക്ക് ചെറിയ തോതിലും ചെറിയ രീതിയിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതേപോലെ കൃത്യ അളവിൽ ലൈനുകൾ വരച്ച് ഇനി ഇതിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം. വലുതും ചെറുതുമായി നമ്മുടെ ഡിസൈനൊക്കെ അനുസരിച്ച് താരാപൂട്ടി എന്നുള്ള സ്റ്റിച്ച് കൊടുക്കാൻ മറക്കരുത്.
ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. പല കളറിലും പല ഡിസൈനിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഞാൻ ചെയ്ത ഒരു ഡിസൈൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.